നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം മൂലം നക്ഷത്ര ജാതകരുടെ 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെ അവർക്ക് അനുഭവത്തിൽ വരാനിടയുള്ള ചൊവ്വ ദശാകാലത്തെക്കുറിച്ചുള്ള വിശദവിവരങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഏതൊരു മൂലം നക്ഷത്രജാതകനും ജനിക്കുന്നത് കേതുർ ദശാകാലത്തിലാണ്. കേതുർ ദശയുടെ പരമാവധി അനുഭവ കാലഘട്ടം എന്ന് പറയുന്നത് 7 വർഷമാണ്. എന്നാൽ ജനന ദശാകാലമായതുകൊണ്ട് 7 വർഷം തന്നെ കിട്ടണമെന്നില്ല. അത് ചിലപ്പോൾ 7 ദിവസമോ 7 മാസമോ ഒക്കെ ആയിട്ട് ജനന സമയത്ത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും. എന്നാൽ നമ്മൾ പൊതുവായിട്ട് കേതുർ ദശ ഇവിടെ പരിഗണിക്കുന്നത് 7 വർഷത്തിൻ്റെ പാതി 3.5 വർഷം എന്ന നിലയിലാണ്. അപ്പോൾ 3.5 വയസ്സ് വരെ അവർക്ക് മൂല നക്ഷത്രജാതകർക്ക് കേതുർ ദശാകാലവും 3.5 വയസ്സ് മുതൽ 23.5 വയസ്സ് വരെ ശുക്രദശാകാലവും 23.5 വയസ്സ് മുതൽ 29.5 വയസ്സ് വരെ രവിദശാകാലവും 29.5 വയസ്സ് മുതൽ 39.5 വയസ്സ് വരെ ചന്ദ്രദശാകാലവുമായിരിക്കും. ഈ ചന്ദ്രദശാകാലം കഴിഞ്ഞതിന് ശേഷമാണ് ഏകദേശം 39 വയസ്സ് 40 വയസ്സിനെ കൂടെ കൂട്ടാം 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ള കുജദശാകാലം വരുന്നത്. കുജനെന്ന് പറഞ്ഞാൽ ചൊവ്വ. ഇപ്പോൾ ചൊവ്വ ദശാകാലം മൂല നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഗുണമോ ദോഷമോ എന്നറിയണമെങ്കിൽ, കൃത്യമായിട്ട് അറിയണമെങ്കിൽ, ഓരോ മൂല നക്ഷത്രജാതൻ്റെയും ജനന സമയം വെച്ച് ഗ്രഹനില തയ്യാറാക്കി ആ ഗ്രഹനിലയിൽ ചൊവ്വ ശുഭനായിട്ട് നിൽക്കുന്നുവോ നീചനായിട്ട് നിൽക്കുന്നുവോ എന്നുകൂടെ പരിഗണിച്ചായിരിക്കണം നമ്മൾ ഫലം പറയണം. നമ്മളിവിടെ ശുഭനായിട്ട് നിന്നാലും നീചനായിട്ട് നിന്നാലും ചൊവ്വ എങ്ങനെ നിന്നാലും ഉള്ള ഫലങ്ങൾ ഇടകലർത്തി പറയുകയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജാതകത്തെ ആശ്രയിച്ചല്ല ഇത് പറയുന്നത്, പൊതുവേ ഉള്ളൊരു ഫലമാണ് പറയുന്നത്. അപ്പം മൂലം നക്ഷത്ര ജാതകനെ സംബന്ധിച്ച് ഏകദേശ കണക്കനുസരിച്ച് 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെ ചൊവ്വ ദശാകാലമാണ്. ഈ പ്രത്യേക നക്ഷത്ര വിഭാഗത്തിൽ വരുന്ന ഈ ദശാകാലം അത്ര ഗുണകരമായിരിക്കില്ല എന്നാണ് പൊതുവെയുള്ള ധാരണ, അല്ലെങ്കിൽ പൊതുവെയുള്ള ജ്യോതിഷ വിശ്വാസം. എന്നാൽ പോലും ജാതകപ്രകാരം ചൊവ്വ ആ ജാതകത്തിലെ വ്യക്തിയുടെ ജാതകത്തിൽ ശുഭനായിട്ട് നിൽക്കുന്നുവോ അശുഭനായിട്ട് നിൽക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ബലം പറയേണ്ടത്. ഇതിന് ശുഭനായിട്ട് നിൽക്കുന്ന ഒരു ജാതകൻ്റെ ചൊവ്വ ദശാകാലം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ, ശുഭനായിട്ട് നിൽക്കുന്ന ജാതകൻ്റെ ദശാകാലം എന്ന് പറയുന്നത്, ചൊവ്വ ദശാകാലം എന്ന് പറയുന്നത്, പോലീസ് പട്ടാളം പോലെയുള്ള സൈന്യ മേഖലയിൽ തൊഴിൽ ലഭിക്കാൻ ഇടയിലൊരു കാലഘട്ടമാണ്. നിയമ നീതിന്യായ വ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ സാധ്യത ഇവർക്കുണ്ടാകും. അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റം, സ്ഥലം മാറ്റം, ഇങ്ങനെയുള്ള നേട്ടങ്ങളുണ്ടാകും. ഭൂമിയിൽ ലാഭമുണ്ടാകും, ഭൂമി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. ഗൃഹനിർമ്മാണം നടത്താൻ സാധിക്കും. കോടതി വ്യവഹാരങ്ങളിൽ വിജയമുണ്ടാകും. വീരശൂര പരാക്രമങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ സഹോദര സ്ഥാനീയരുമായിട്ടുള്ള ബന്ധം ഊഷ്മളമാകും. സഹോദര സ്ഥാനീയരിൽ നിന്നുള്ള ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഈ ആനക്കൊമ്പുകൾ അല്ലെങ്കിൽ പുലി നഖം പോലെയുള്ള വിശിഷ്ട വസ്തുക്കളുടെ ലാഭം ഉണ്ടാകാനിടയുണ്ട്. യുദ്ധഭൂമികൾ സന്ദർശിക്കേണ്ടി വന്നേക്കാം. മുൻകാലങ്ങളിൽ യുദ്ധം ചെയ്ത് ഇപ്പോൾ സ്മാരകമായിട്ടൊക്കെ സൂക്ഷിക്കുന്ന ഭൂമികളും ഒക്കെ സന്ദർശിക്കേണ്ടി വന്നേക്കാം. വിദേശയാത്രകൾ തരപ്പെട്ട് കിട്ടുന്നതാണ്. രക്തദൂഷ്യ രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ്. കുടുംബപരമായിട്ടുള്ള ബന്ധങ്ങളിൽ ഊഷ്മളതയും, പ്രത്യേകിച്ച് സഹോദര സ്ഥാനീയരുമായിട്ട് സഹോദരങ്ങളുമായിട്ടൊക്കെയുള്ള അടുപ്പം അത് കുറച്ച് കൂടുതൽ ദൃഢമാകുന്നതും, അവരെ കൊണ്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങളും ഗുണങ്ങളും, ആകെ ഒരു മനസ്സന്തോഷം, ഏത് കാര്യത്തിലൊരു ധീരത, ഒരു ശൂരത്വം, ഒരു ധൈര്യ വീരശൂര പരാക്രമം എന്നൊക്കെ പറയുന്ന പോലെ ആരോടും ഏത് സമയത്തും എന്ത് കാര്യവും നിർഭയം പറയാനുള്ള ഒരു ആംബിയർ, ഇതൊക്കെ ഈ ചൊവ്വ ദശാകാലത്ത് പ്രതീക്ഷിക്കാം. ശുഭനായിട്ടുള്ള ചൊവ്വയുടെ ദശാകാലമാണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം രാജചിഹ്നങ്ങൾ അണിഞ്ഞ യൂണിഫോം ധരിക്കേണ്ടി വന്നേക്കാം. ഒന്നിലധികം രാജചിഹ്നങ്ങൾ അണിഞ്ഞ് വെച്ചിട്ടുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യേണ്ടി വന്നേക്കാം. രാജമന്ദിരങ്ങളിൽ, സൈനിക താവളങ്ങളിലൊക്കെ സന്ദർശിക്കുവാനോ
അവിടെയൊക്കെ ജോലി ചെയ്യുവാനോ ഒക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെയേറെ ശ്രേയസ്കരമായ ഭൂമി ലാഭവും ധനധാന്യ സമ്പൽ സമൃദ്ധിയും ശുഭനായിട്ടുള്ള ചൊവ്വയുടെ ദശാകാലത്തിൽ പ്രതീക്ഷിക്കാം. ഏറ്റവും നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഏതെങ്കിലും വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ വിവാദമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള രോഗദുരിതങ്ങൾക്ക് ശസ്ത്രക്രിയ വിജയം ഇതുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാം. വളരെ നല്ല ഫലങ്ങളായിരിക്കും. ഇനി ചൊവ്വ നീചനാണെന്ന് കരുതുക. ജാതകപ്രകാരം ചൊവ്വ അത്ര ശുഭസ്ഥാനത്തല്ല, അശുഭസ്ഥാനത്താണ്, പ്രശ്നക്കാരനാണെന്ന് വിചാരിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സൈനിക മേഖലയിൽ ജോലി കിട്ടും. ആ സൈനിക മേഖലയിൽ ജോലി കിട്ടും എന്നത് പറയുമ്പോൾ തന്നെ നീചനായ ചൊവ്വയാണ്, അല്ലെങ്കിൽ ചൊവ്വയ്ക്ക് അത്ര ബലമില്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി വിഭാഗത്തിലേക്കുള്ള ജോലിയായിട്ട് ഒതുങ്ങാം. ഏതെങ്കിലും സ്ഥാപനങ്ങളുടെ സെക്യൂരിറ്റി, ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിൻ്റെയോ ഓഡിറ്റോറിയത്തിൻ്റെയോ മാളിൻ്റെയോ ഒക്കെ ഏതെങ്കിലും ഒരു ATMൻ്റെയോ ഒക്കെ ഒരു സെക്യൂരിറ്റി ആയിട്ട് ഒതുങ്ങാം. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ആ വ്യക്തി സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യുന്ന വ്യക്തി ധരിക്കുന്ന യൂണിഫോമും സൈനികവുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പം ചൊവ്വയുടെ ബലം കുറയുമ്പോൾ ആ ബലം എത്രത്തോളം മാറുന്നു നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും. ആ ചൊവ്വയുടെ ബലക്കുറവനുസരിച്ചാണ് ആ ബലത്തിൻ്റെ മാറ്റങ്ങളുണ്ടാകുന്നത്. അപ്പം സെക്യൂരിറ്റി വിഭാഗം പോലെയുള്ളവർ ജോലി കിട്ടാം. നീതിന്യായ വകുപ്പുകളിൽ അല്ലെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ, കോടതി, പട്ടാള ക്യാമ്പ്, പട്ടാളം തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ ശിപായി തസ്തികയിലുള്ള ജോലി പ്രതീക്ഷിക്കാം. ശിരസ്താർ പോലെയുള്ള, ശിപായി പോലെയുള്ള, പ്യൂൺ പോലെയുള്ള, അറ്റൻഡർ പോലെയുള്ള മേഖലകളിൽ ജോലി സാധ്യതയുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ കടന്നു പോയാൽ 5 സ്റ്റാർ ഹോട്ടലുകളിലെ പാചകക്കാരൻ, ഷെഫ്, കുക്ക് പോലെയുള്ള തൊഴിലിലേക്ക് മാറാണ്ടായിട്ട്. അഗ്നിശമന മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും ചൊവ്വാദശാകാലം ജോലി കിട്ടാം. അപ്പോൾ സർക്കാർ മേഖലയിൽ അല്ലെങ്കിൽ രാജകീയ ചിഹ്നങ്ങളടങ്ങിയ മേഖലകളിലെ തൊഴിൽ സാധ്യത തന്നെയാണ് ചൊവ്വ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ തന്നെ നീതനായ ചൊവ്വയാണെങ്കിൽ സഹോദരന്മാരുമായിട്ട് വലിയ വിരോധം ഉണ്ടാകും. പ്രത്യേകിച്ച് ഭൂമി വിഷയത്തിൽ, ഭൂമി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ സഹോദര സ്ഥാനീയരുമായിട്ട് വിരോധം ഉണ്ടാകും. ആയുധം കൊണ്ടുള്ള മുറിവും വ്രണവും ഉണ്ടായേക്കാം. ഇത് സംഭവിക്കാം. ആയുധപ്രയോഗത്തിലുള്ള മുറിവ്, വ്രണം ഉണ്ടാവുക, ദേശാന്തര ഗമനം, നാട് വിട്ടു പോവുക, ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ മേഖലയിൽ പോയി പ്രതികാര ബുദ്ധിയോടുകൂടെ ജീവിക്കുക, ഇന്നല്ലെങ്കിൽ നാളെ പകരം വീട്ടും എന്ന് പറയുന്ന ഒരു തരത്തിൽ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക. അതുപോലെ തന്നെ ഊമക്കത്തുകൾ, അത് ഏതെങ്കിലും വ്യക്തികളെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ ഊമക്കത്തുകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇങ്ങനെ തുടർച്ചയായിട്ട് അയച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ളൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന രീതി. ഒപ്പം രോഗദുരിതങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ രക്തദൂഷ്യ രോഗങ്ങൾ, രക്തം, അതായത് ആർഷസ്, ബ്ലഡ് ക്യാൻസർ, രക്തം ഛർദ്ദിക്കുക, വാഹന അപകടത്തിൽ രക്തം പോവുക, ഇങ്ങനെയൊക്കെയുള്ള രോഗദുരിതങ്ങളും നീചനായിട്ടുള്ള ചൊവ്വ കൊണ്ടുവരാം. വാഹനാപകടത്തിൽ രക്തം വാർന്നുള്ള മരണം ചൊവ്വ നീചനായിട്ട് നിൽക്കുമ്പോൾ സംഭവിക്കാവുന്നതാണ്. ബ്ലഡ് ക്യാൻസർ, അതുപോലെ തന്നെ എന്താ പറയുക, മലശോധനയ്ക്കൊപ്പം രക്തം പുറത്തു പോകുന്ന അവസ്ഥ, രക്തദൂഷ്യങ്ങൾ, ഇവയെല്ലാം ചൊവ്വായുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അപ്പോൾ നല്ല ചൊവ്വ ദശാകാലമാണെങ്കിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും വിവാഹസിദ്ധി അടക്കം ഉണ്ടാക്കിത്തരും ചൊവ്വ. നല്ല ചൊവ്വ ദശാകാലമാണെങ്കിൽ. നീചനായിട്ടുള്ള ചൊവ്വയുടെ ദശാകാലമാണെന്നുണ്ടെങ്കിൽ എവിടെ തൊട്ടാലും അവിടെ എല്ലാം പ്രശ്നമായിരിക്കും. ശാരീരികമായിട്ടുള്ള ഈ രക്തദൂഷ്യ രോഗങ്ങൾ, രക്തവാതം തൊട്ടിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കോടതി വ്യവഹാരങ്ങൾ, പോലീസ് പ്രശ്നം, പോലീസ് കേസ്, വഴക്ക്, ഒളിവിൽ പോവുക, ജാമ്യമെടുക്കുക, പിന്നെയും പ്രശ്നം, അത് ഇത് മറ്റത്, ഒന്നും സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമായി. ഇതാണ് ചൊവ്വ ദശാകാലത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് മൂലനക്ഷത്രാതിരെ സംബന്ധിച്ച് നമുക്ക് ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളും മൂലനക്ഷത്രക്കാരെക്കുറിച്ചുള്ള കൂടുതൽ ദശാകാല വിവരണങ്ങളും പിന്നാലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ ചൊവ്വ പിഴച്ചുപോയി, അല്ലെങ്കിൽ ചൊവ്വ ദോഷകാരകനാണ്, എന്ത് ചെയ്യാൻ പറ്റും? എന്താണ് ജ്യോതിഷപരമായിട്ടുള്ള ഒരു പരിഹാരം? ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചുവപ്പ് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. ഭദ്രകാളി അല്ലെങ്കിൽ സുബ്രഹ്മണ്യൻ, ഭദ്രകാളിയാണോ സുബ്രഹ്മണ്യനാണോ ചൊവ്വയുടെ യഥാർത്ഥ മൂർത്തി എന്നുള്ളത് ആ വ്യക്തിയുടെ ജാതകം പരിശോധിക്കുമ്പോൾ ചൊവ്വ നിൽക്കുന്ന രാശി ഏത് രാശിയാണെന്ന് കണക്കൂട്ടിയിട്ടാണ് ഇത് മൂർത്തി നിർണ്ണയം കൃത്യമായിട്ട് നടത്തുന്നത്. എങ്കിലും ഏകദേശം പറഞ്ഞാൽ ഭദ്രകാളി അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഭദ്രകാളിക്കാണെങ്കിൽ കടുംപായസം,
രക്തപുഷ്പാഞ്ജലി, കുങ്കുമാർച്ചന ഇത്തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യാം. സുബ്രഹ്മണ്യ സ്വാമിക്കാണെങ്കിൽ പഞ്ചാമൃത നിവേദ്യം, കുങ്കുമാഭിഷേകം അല്ലെങ്കിൽ സിന്ദൂരം കൊണ്ടുള്ള അഭിഷേകം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. കൂടുതലായിട്ടും ഈശ്വരഭജനമാണ് ചൊവ്വാദശാകാലത്ത് വേണ്ടത്. ചൊവ്വാദശാകാലത്ത് കൂടുതലായിട്ടും കോപം വർദ്ധിക്കാനിടയുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും വളരെ പെട്ടെന്ന് കോപിക്കുന്ന മാത്രമല്ല, കോപിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൈയെടുത്ത് ആരെങ്കിലും അടിക്കുക, ഇടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ എറിഞ്ഞുടയ്ക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിപ്പിക്കുക, അമിതമായിട്ടുള്ള BP, അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ ചൊവ്വാദശാകാലത്ത് വർദ്ധിക്കാനിടയുണ്ട്. ജാതകപ്രകാരം ജാതകം നോക്കിയിട്ട് കുഴപ്പമില്ലെങ്കിൽ ചെമ്പവിഴം പരിഹാരമായിട്ട് ധരിക്കാറുണ്ട്. എങ്കിലും ചൊവ്വാദശാകാലം എന്ന് പറയുന്നത് വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാലഘട്ടമാണ്. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആയുധം കൊണ്ടുള്ള പ്രയോഗങ്ങളിൽ സൂക്ഷിക്കണം. ദുർജനങ്ങളുമായിട്ട് ഇടയാതെ അവരുടെ കയ്യിൽ നിന്ന് വെറുതെ ആയുധപ്രയോഗത്തിൽ നമുക്ക് മുറിവുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ചൊവ്വാദശാകാലത്ത് പതിവായിട്ട് കുങ്കുമം തിലകം ധരിക്കുന്നത്, ചൊവ്വാഴ്ച ദിവസങ്ങളിലെങ്കിലും കുങ്കുമം തിലകം ധരിക്കുന്നതും ചുവന്ന നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ദോഷപരിഹാരമായിട്ട് ആചാര്യന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ ചൊവ്വാദശാകാലം എന്ന് പറയുന്നത് പൊതുവെ വലിയ പ്രശ്നമുള്ളതല്ല. ജാതകപ്രകാരം ചൊവ്വായി എങ്ങനെ നിൽക്കുന്നു, ശുഭനോ അശുഭനോ എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ദശാകാലത്തെ ഫലം പറയാറ്. അപ്പോൾ ആ ദശാകാലത്തെ ഫലങ്ങളിൽ ചൊവ്വ അനുകൂലമാണെങ്കിൽ വിവിധ തരത്തിലുള്ള, ഏറ്റവും എടുത്ത് പറയുന്നത് ഭൂമി ലാഭം തന്നെയാണ്. ഭൂമിയില്ല, സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ലാത്തവന്, 1 സെൻറ്റ് ഭൂമിയില്ലാത്തവന് 1 സെൻറ്റ് ഭൂമിയെങ്കിലും ശുഭനായിട്ടുള്ള ചൊവ്വാദശാകാലത്ത് കിട്ടിയിരിക്കും. ചിലപ്പോൾ സർക്കാരിൽ നിന്നുള്ള സൗജന്യമായിരിക്കാം, സർക്കാർ മുഖേനയുള്ള സാമ്പത്തിക സഹായമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ 1 സെൻറ്റ് ഭൂമിയെങ്കിലും കിട്ടിയിരിക്കും. അതിലൊരു ചെറിയ ഭവനം അവനെ നിർമ്മിക്കുവാനും സാധിക്കുന്ന തരത്തിലാണ് ചൊവ്വാദശാകാലം വരുന്നത്. ഭൂമികാരകനാണ് ചൊവ്വ. അപ്പോൾ ഭൂമിയുടെ നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നീചനാകുന്ന ചൊവ്വാദശാകാലത്തിൽ, ചൊവ്വാദശ വളരെ നീചമാണെങ്കിൽ കൈവശമുള്ള ഭൂമി വിറ്റ് കളയാനും അല്ലെങ്കിൽ ജപ്തി നടപടിയിലൂടെ നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. കാരണം അനുകൂലമാകുമ്പോൾ ഒരു ഗ്രഹം എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് തരുന്നുവോ ആ കാര്യങ്ങളെല്ലാം പ്രതികൂലമാകുമ്പോൾ നമ്മൾ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിലും ചിന്തിക്കണം. കാരണം ചൊവ്വ ദോഷകാരകനാണെങ്കിൽ നമ്മുടെ പേരിൽ കിടക്കുന്ന ഭൂമി ജപ്തി നടപടികളിലൂടെ പോകും. അതല്ലെങ്കിൽ നമ്മൾ വിറ്റ് തൊലയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏതെങ്കിലും കേസ് വ്യവഹാരങ്ങളിലൂടെ ആരെങ്കിലും പിടിച്ചെടുക്കും. ഇങ്ങനെയും ഒരു ഫലമുണ്ട്. നീചനായ ചൊവ്വ എന്ന് പറയുമ്പോഴത്തേക്കും സഹോദരന്മാരുമായിട്ട് നമ്മളെ തമ്മിൽ അടുപ്പിക്കും. സ്വത്ത് സംബന്ധിച്ച പ്രശ്നങ്ങളില്ലാത്ത വിഷയങ്ങളും ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ശുഭനായിട്ടുള്ള ചൊവ്വ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനെയെല്ലാം സപ്പോർട്ട് ചെയ്യും. ഈ തരത്തിലാണ് ചൊവ്വാദശയെ നമുക്ക് ലഘുവായിട്ട് വിവരിക്കാൻ പറ്റുക. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പിന്നാലെ നമ്മൾ വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഇപ്പം ഏതായാലും മൂലനക്ഷത്രജാതരെ സംബന്ധിച്ച് പലരുടെയും ഭാഗത്തുനിന്ന്, പല പ്രേക്ഷകരുടെയും ഭാഗത്തുനിന്ന് ഈ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് എന്ത് ദശാകാലമായിരിക്കുമെന്ന ചോദ്യം വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയിരുന്നത്. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.